Good morning. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ആരും ഇല്ലേ ക്ലാസ്സില്? പെട്ടെന്ന് തന്നെ കയറാട്ടോ. സനില ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിലെ 3 സ്കീമുകളാണ് പഠിച്ചത് അല്ലെ. ESI പറ്റി പഠിച്ചു, CGHS, അതുപോലെ തന്നെ RSBI അല്ലെ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഈ 3 സ്കീമുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അത്രയും ഭാഗങ്ങള് ഓക്കെ, കീർത്തന ഹോംവർക്ക് ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഞാൻ എന്തായാലും പറഞ്ഞത് 15,000 അല്ലെ, 15,000 രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് കിട്ടിയത്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 15,000 രൂപയ്ക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു കിട്ടിയത്? എംപ്ലോയർ ആണ് കേട്ടോ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് വന്നത്? ചെയ്ത് നോക്കിയോ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ദൃശ്യ അതുപോലെ കീർത്തന കറക്റ്റ് ആണ് കേട്ടോ. 487.5. ഓക്കെ, ദെൻ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? എംപ്ലോയിയുടെ ഓക്കെ, വെരി ഗുഡ്, 112.5 അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 600 വരും അല്ലെ, 600 വരും. ഓക്കെ, കീർത്തന കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ നമ്മള് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോ നിങ്ങളോട് ടോട്ടൽ ESI എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യന് ചിലപ്പോ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നമ്മൾക്കറിയാം എംപ്ലോയർ എത്രയാണ്? 3.25. അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് മാത്രം ആൻസർ ചെയ്താൽ മതി. അതുപോലെ ചിലപ്പോൾ ക്വസ്റ്റ്യന് ചോദിക്കാം എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് ചോദിക്കാം. ചോദ്യം നോക്കിയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മള് എംപ്ലോയി ആണ് ചോദിക്കുന്നതെങ്കിൽ 0.75 വെച്ചിട്ട് ആ ഒരു തുക മാത്രം എഴുതിയാൽ മതി. ടോട്ടൽ ESI എത്രയാണെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ടെത്തിയിട്ട് ആഡ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ESI നമ്മൾ പറഞ്ഞു, CGHS പറഞ്ഞു, RSBI പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങള് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എക്സാമ്പിൾസ് ഫോർ ദ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് വായിച്ചു വിട്ടാൽ മതി, വേറൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിളുകളാണ് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് എക്സാമ്പിളുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിക്കാൻ നമുക്ക്. സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIGയുടെ മെഡിക്കെയർ പ്ലാൻ, റിലയൻസിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൾ സിഗ്നയുടെ പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് കാർഡ്, ഭാരതി എയ്ഡ്സിയുടെ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ദ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് PPAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ? ഇതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. എന്താണ് TPA എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് കേൾക്കുമ്പോൾ അതൊരു വ്യക്തിയാണോ എന്നൊരു സംശയം തോന്നും. വ്യക്തിയല്ല കേട്ടോ, അതൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസി ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഓർഗനൈസേഷൻ ആണ്. എന്താണ് TPA എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? TPA എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ഒരു ഇൻഷുറൻസ് കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസി.
അല്ലെങ്കിൽ ഒരു കമ്പനി ഓർ ഓർഗനൈസേഷൻ, അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കാം. ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏജൻസി ഓർഗനൈസേഷൻ, അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് വായിക്കാം കേട്ടോ. The third party administrator is a company, or agency or organization that holds a license from the Insurance Regulatory Development Authority to process claims in addition to providing cashless facilities as an outsourcing entity of a health insurance company and the selection of high quality hospitals for the ഇൻഷുറൻസ് കമ്പനീസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രത്യേകത എന്താണ്? അവരൊരു ലൈസൻസ്ഡ് ഏജൻസിയാണ്. ആരിൽ നിന്നാണ് അവർക്ക് ലൈസൻസ് ലഭിച്ചിട്ടുള്ളത്? IRDA. IRDAനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ. നമ്മുടെ ഇന്ത്യയില് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് അല്ലെ IRDA എന്ന് പറഞ്ഞത്. ഈ IRDAയിൽ നിന്നും ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? To process claims in addition to providing cashless facilities as an outsourcing entity of a health insurance company. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, അവർക്കൊരു എൻറ്റിറ്റി ആയിട്ട് അല്ലെ, അവർ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ക്യാഷ്ലെസ് ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇത് TPA എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആൻഡ് സെലക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഷുറൻസ് കമ്പനീസ്. അതായത് ഓരോ ഇൻഷുറൻസ് കമ്പനീസിനുമായിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റൽസുകളെ സെലക്ട് ചെയ്യുന്നതും അത് തന്നെയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എംപാനൽഡ് ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അതായത് ഇൻഷുറൻസ് പ്ലാനുകൾ, ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ കൊടുക്കുന്നതിന് അപ്രൂവ് ചെയ്യുന്ന അംഗീകരിക്കപ്പെട്ട കുറച്ച് ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ ലിസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ ഉൾപ്പെടുത്തണം അല്ലെ. അപ്പൊ അത്തരത്തില് ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലുകളെ സെലക്ട് ചെയ്യുന്നതും ഓക്കെ ഈ ഒരു ഹെൽത്ത് സ്കീമിന് ഇൻഷുറൻസ് എന്താ പറയാ ക്ലെയിമുകളൊക്കെ ഇൻഷുറൻസ് ക്ലെയിമുകൾ അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യുന്ന കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. അത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസുകളിൽ സെലക്ട് ചെയ്യുന്നതും അത് തന്നെയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം TPAയുടെ ഫുൾ ഫോം പഠിക്കുക. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്താണ്? അതൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസി എന്നോ ഒരു ഓർഗനൈസേഷൻ എന്നോ നമുക്ക് അതിനെ പറയാം. ഇവരെന്ന് പറയുന്ന ലൈസൻസ്ഡ് ഏജൻസി ഫ്രം ദ IRDA, ഓക്കെ, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അല്ലെ. ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ക്യാഷ്ലെസ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നതും അത് തന്നെയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫംഗ്ഷൻ ആസ് എൻ ഇന്റർമീഡിയറി. ഇന്റർമീഡിയറി ബിറ്റ്വീൻ ആർക്കൊക്കെയാണ്? ഇൻഷുറൻസ് പ്രൊവൈഡർ ആൻഡ് ദ ഇൻഷുർഡ്. ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്ഡ് ആർ ആസ് ഫോളോസ്: ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡേഴ്സ്. എന്താണ് അവിടെ പറയുന്നത്? ശരിക്കും പറഞ്ഞാല് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിനും ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്കും ഇടയില്, ഇവർക്ക് 3 പേർക്കും ഇടയില് ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഏജൻസിയാണ് ഇത് TPA എന്ന് പറയുന്നത്. അപ്പൊ TPA എന്ന് പറയുന്ന ആക്ട് ആസ് എ
ഇന്റർമീഡിയറി, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആർക്കിടയിലുള്ള ഇന്റർമീഡിയറി ആണ്? ഈ പറയുന്ന ഹോസ്പിറ്റലിനും അതുപോലെ ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുർഡ് പേഴ്സൺ ആണ് അല്ലെ. ഇവർക്ക് 3 പേർക്കും ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട്, ഒരു കണക്ടിങ് ലിങ്ക് ആയിട്ട്, ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പാർട്ട്നേഴ്സ് അല്ലെ. ഇതിൽ വരുന്ന പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് ഇൻഷുറൻസ് കമ്പനിയിൽ എഴുതണം കേട്ടോ. അത് ഇൻഷുറൻസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവിടെ കമ്പനിയിൽ എഴുതി ചേർക്കണം കേട്ടോ. ഇൻഷുറൻസ് കമ്പനി. പിന്നെ ആരാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. പിന്നെ അടുത്ത ആൾക്കാരാണ് പോളിസി ഹോൾഡർ അല്ലെ, പോളിസി എടുത്തിട്ടുള്ള ആള്, അതായത് ഇൻഷുർഡ് പേഴ്സൺ. ഈ 3 പേർക്കും ഇടയിൽ ഒരു കണക്ടിങ് ലിങ്ക് ആയിട്ട്, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായാലും എന്താണെന്നൊക്കെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അറിയാനുള്ളത്, നമ്മൾ പറഞ്ഞു ഇതൊരു ഏജൻസി ആണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഈ ഒരു ഏജൻസിയാണ്, ഈ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് വരുന്ന മെമ്പേഴ്സുകൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെമ്പേഴ്സ്? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുകൊണ്ട് ഈ പോയിന്റുകൾ 3 ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം. Who all are there in a TPA and what do they do? Okay, ആരൊക്കെയാണ് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനകത്തുള്ളത്? എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസുകൾ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. According to the regulations of IRDA, TPA should have maintained their own ആരൊക്കെയാണ്? in-house medical doctor. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. പിന്നെ ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇത്രയും ആളുകൾ അടങ്ങുന്നതാണ് ഇത് ഒരു TPA എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ TPA ആരൊക്കെയുണ്ട്? ഇൻ-ഹൗസ് മെഡിക്കൽ ഡോക്ടർ. അതിനകത്തൊരു ഡോക്ടർ ഉണ്ടായിരിക്കും, ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരിക്കും. ആ ഡോക്ടർ എന്ന് പറഞ്ഞാല് രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ നിന്നും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ TPA ഒരു അംഗമായിരിക്കും. അതുകൂടാതെ ഹോസ്പിറ്റൽ മാനേജേഴ്സ് അല്ലെ, അതായത് ഹോസ്പിറ്റലുകളുടെ മാനേജർമാര്, പിന്നെ ലീഗൽ എക്സ്പേർട്സ് അല്ലെ, ലീഗൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ കൺസൾട്ടൻസുകൾ ഉണ്ടായിരിക്കും. പിന്നെ IT പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. ഒപ്പം മാനേജ്മെന്റ് കൺസൾട്ടൻസും ഉണ്ടായിരിക്കും. ആരൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ആരൊക്കെയാണ്? മെഡിക്കൽ ഡോക്ടർ ഉണ്ട്, ലീഗൽ എക്സ്പേർട്സ് ഉണ്ട്, IT പ്രൊഫഷണൽ ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ട്. ഇത്രയും പേരടങ്ങുന്ന, ഇത്രയും പ്രൊഫഷണൽസ് അടങ്ങുന്ന ഒരു ടീമാണ് TPA എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ദ ടീം ഓഫ് ദീസ് പ്രൊഫഷണൽസ് liaison with the customers for streamlining the claim process അല്ലെ. അപ്പൊ ഈ ടീം, ഇത്രയും പ്രൊഫഷണൽസ് അടങ്ങുന്ന ഈ ഒരു ടീം അവരെന്താണ്? കസ്റ്റമേഴ്സുമായിട്ട് അല്ലെ, കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പോളിസി ഹോൾഡേഴ്സ് ആണ് അല്ലെ. ഈ കസ്റ്റമേഴ്സുമായിട്ട് അവരെപ്പോഴും നല്ലൊരു ലിസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ആണ്, നല്ലൊരു ബന്ധം അവര് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ സ്ട്രീം ലൈനിങ് ദ ക്ലെയിം പ്രോസസ് അല്ലെ. അവരുടെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സുകളൊക്കെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ, ഈ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് എപ്പോഴും കസ്റ്റമേഴ്സുമായിട്ട് ഒരു നല്ല ബന്ധം അവര് കീപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവർ ചെയ്യുന്നതെന്ന് അറിയണം അല്ലെ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് there are no false claims and also limit unwanted treatment, thus enhancing the quality of services which eventually leads to the lower insurance premium. അപ്പൊ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? അവര് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? there are no false claims, തെറ്റായ ക്ലെയിമുകൾ ഒന്നും ആളുകൾ ചെയ്യുന്നില്ല എന്ന് അവര് ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ. തെറ്റായിട്ടുള്ള ക്ലെയിമുകൾ ഒന്നും അവർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ ആൾസോ ലിമിറ്റ് അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്, അതായത് അനാവശ്യമായിട്ടുള്ള ചികിത്സയൊക്കെ പരിമിതപ്പെടുത്താനും, അതുപോലെ എൻഹാൻസിംഗ് ദ ക്വാളിറ്റി ഓഫ് സർവീസസ്, അവർക്ക് കൊടുക്കുന്ന ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും, വിച്ച് ഇവൻച്വലി ലീഡ്സ് ടു ലോവർ ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ അവർക്ക് ആ ഒരു ഇൻഷുറൻസുകൾ ആക്സസബിൾ ആക്കുന്നതും ആരുടെ ഫങ്ഷൻസ് ആണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഫങ്ഷൻ ആണ്.
മനസ്സിലായോ? അതായത് ഈ ഒരു ടീം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? കസ്റ്റമേഴ്സ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് തെറ്റായ ക്ലെയിമുകൾ ഒന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. ചില ആൾക്കാർ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് നിൽക്കും അല്ലെ. അപ്പൊ അത് ശരിയാകില്ല. കാര്യം ഇൻഷുറൻസിൽ കൃത്യമായിട്ടുള്ള ക്ലെയിം എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് പോളിസി എടുക്കുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്ലെയിം ചെയ്യാനുള്ള അധികാരമുള്ളൂ. ചില ആളുകൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ ക്ലെയിം ചെയ്യും. അങ്ങനെയുള്ള തെറ്റായ ക്ലെയിമുകൾ ഒന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതിലൂടെ അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്താം. മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് ഒരിക്കലും ക്ലെയിം ചെയ്യരുത് അല്ല. അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്തുകയും അതിലൂടെ ഏറ്റവും നല്ല സർവീസ് അല്ലെ, ഏറ്റവും നല്ല സേവനം അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ അല്ലെ, പോളിസി ഹോൾഡർക്ക് അതിന് വലിയൊരു പ്രീമിയം അടയ്ക്കാത്ത രീതിയിൽ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ അവർക്ക് അത് ആക്സസബിൾ ആക്കി കൊടുക്കാനും സാധിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പഠിച്ചിരുന്നു. അതൊരു വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതായത് നമ്മൾ ഇപ്പൊ ചില പോളിസികൾ എടുത്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ ചില അസുഖങ്ങൾക്ക് എന്ത് കിട്ടില്ല, നമുക്ക് പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലെ. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അത്തരം അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വന്നാൽ എന്തിനാണ് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കേണ്ടത് എന്നതിനുള്ള ഉത്തരമാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ഉത്തരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദർ ആർ നോ ഫാൾസ് ക്ലെയിംസ്. അവിടെ ഫാൾസ് തെറ്റായ ക്ലെയിമുകളൊന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അതിലൂടെ അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്താനും കൊടുക്കുന്ന സേവനങ്ങൾ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി കൊടുക്കാനും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ അവർക്ക് അത് ആക്സസബിൾ ആക്കി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡുകളൊക്കെ വെക്കുന്നത്. ഇതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് കേട്ടോ, ഇതൊക്കെ പോയിന്റുകളാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ദ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്സെപ്റ്റ്സ് fees from the insurance provider, which is a percentage of the premium and is normally 5.5% of the പ്രീമിയം എമൗണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. 5.5%. നമുക്കറിയാമല്ലോ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതിനൊരു വരുമാനം വേണം അല്ലെ. അവരുടെ ഫീസ് എങ്ങനെയാണ്? അവരുടെ ഫീസ് എവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്നത്? ഫ്രം ദി ഇൻഷുറൻസ് പ്രൊവൈഡർ. ഇൻഷുറൻസ് പ്രൊവൈഡർ ആരാണ്? ഇൻഷുറൻസ് പ്രൊവൈഡർ ആരാണ്? ഇൻഷുറൻസ് കമ്പനി അല്ലെ. കമ്പനി തന്നെയാണ് അവർക്ക് അതിനുള്ള ഫീസ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഫീസിന്റെ റേറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് ദ പ്രീമിയം ആൻഡ് ഈസ് നോർമലി സാധാരണ 5.5% ഓഫ് ദ പ്രീമിയം എമൗണ്ട്. അതായത് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് പോളിസി ഹോൾഡേഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, പ്രീമിയം കൊടുക്കുന്നുണ്ടല്ലോ, ആ പ്രീമിയം എമൗണ്ടിന്റെ പൊതുവെ ഒരു 5.5% ആണ് ഫീസ് ആയിട്ട് ആർക്ക് കൊടുക്കുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനായിട്ട് കൊടുക്കുന്നത്. കാര്യം അവര് ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ആ ഫീസ് കൊടുക്കുന്നത് കമ്പനി തന്നെയാണ്, ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് കൊടുക്കുന്നത്. അത് കമ്പനിക്ക് ലഭിക്കുന്ന പ്രീമിയത്തിന്റെ ഏകദേശം ഒരു 5.5% ആണ് എന്താ പറയുക ഫീസ് ആയിട്ട് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാം. ഇനി what is the role of TPA in health insurance? അതായത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ വീണ്ടും പോയിന്റ് ആയിട്ട് പറയുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസില് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോൾ എന്താണ്? റോൾ എന്താണെന്നുള്ളത് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ആ പോയിന്റുകൾ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദ റോൾ ഓഫ് TPA in health insurance can be understood by the following points. എത്ര പോയിന്റ് ഉണ്ട്? 5 പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. അണ്ടർലൈൻ ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഇൻഷുറൻസ് കമ്പനിക്കും ഹോസ്പിറ്റലിനും പോളിസി ഹോൾഡർക്കും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് അവർക്കിടയിൽ അവരെല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്ന പോയിന്റ് കേട്ടോ. കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് policy holder. Directly or indirectly, the policy holder meets the TPA in most of the hospitalization claim cases. Direct അല്ലെങ്കിൽ indirect ആയിട്ട് പോളിസി ഹോൾഡറുകൾ ഹോസ്പിറ്റലൈസേഷൻ കേസ് വരുന്ന സമയത്ത്
പോളിസി എടുത്തിട്ടുള്ള ആളുകൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ശരിക്കും ആരെയാണ്? ഈ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയാണ് അവര് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ TPA provides the policy holder with a unique identification number and ID card. TPA അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? പോളിസി ഹോൾഡർക്ക് ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വിത്ത് ഒരു ID കാർഡ് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഹെൽപ്സ് ഇൻ ക്ലെയിം സെറ്റിൽമെന്റ്. ആ ഒരു ID കാർഡാണ് അവർക്ക് ക്ലെയിമും മറ്റും സെറ്റിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവുന്നത്, സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല, ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്കും ഇടയിൽ ഒരു കണക്ഷൻ ആയിട്ട് അവർ പ്രവർത്തിക്കുന്നു. അപ്പൊ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ കേസുകൾ വരുമ്പോൾ പോളിസി ഹോൾഡർ ശരിക്കും മീറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവർക്ക് ഒരു യുണീക്ക് ഐഡന്റിറ്റി നമ്പർ ഉള്ള ID കാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ കാർഡാണ് ഇവര് ക്ലെയിം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ പോയിന്റ് എന്താണ്? കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? റെക്കോർഡ് മെയിൻ്റനൻസ്. ഇതാണ് റെക്കോർഡ് മെയിൻ്റനൻസ്. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകളായിരിക്കും? അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള റെക്കോർഡുകളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആദ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. TPA aims in maintaining necessary records related to the policy holders when they are admitted as patients. The policy holders ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, പേഷ്യൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ അനുവദിച്ച് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ, ആവശ്യമായിട്ടുള്ള നെസസറി റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവർ സഹായിക്കുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, അല്ലെ? അവർക്ക് ക്ലെയിം അനുവദിച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഡോക്യുമെന്റ്സും മറ്റും ഒക്കെ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇന്നതൊക്കെ വേണം, ഇന്ന റെക്കോർഡുകൾ വേണം, ഇങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ അവരെ നിർദ്ദേശിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ തന്നെ റെക്കോർഡ് മെയിൻ്റനൻസ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ക്ലെയിം സെറ്റിൽമെന്റ്. അറിയാലോ, ക്ലെയിം സെറ്റിൽമെന്റിന് സഹായിക്കുന്നത് TPS ആണ്. TPA guarantees smooth coordination between the hospital and the insurance company in the course of a cashless claim settlement. In such cases, TPA offers back-end support. ഒന്നുമില്ല, ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ്ലെസ് ഫെസിലിറ്റികളാണ്, അല്ലെ? പണരഹിത ഫെസിലിറ്റി. അതെന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലുകളുമായിട്ട് ചേർന്ന് ക്ലെയിം സെറ്റിൽ ചെയ്യാണ്. ഒരിക്കലും പോളിസി ഹോൾഡർക്കാരുടെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അല്ലെ? ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലുമായിട്ട് ഡീൽ ചെയ്തിട്ട് ആ ക്ലെയിംസ് മറ്റും സെറ്റിൽ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ TPA ഹോസ്പിറ്റലിനും ഇൻഷുറൻസ് കമ്പനിക്ക് ഇടയിൽ ഒരു സ്മൂത്ത് കോർഡിനേഷൻ, അവർക്കിടയിൽ നല്ലൊരു ഏകോപനം സാധ്യമാക്കി കൊടുക്കുന്നത് TPA ആണ് കേട്ടോ. അപ്പൊ അവർക്ക് TPA എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഫുൾ ടൈം സപ്പോർട്ട്. ഫുൾ ടൈം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ഓഫ് ദി TPAs have a 24/7 customer support system in which the policy holders can raise their inquiries and get the feedback. അപ്പോൾ ഈ ഒരു TPA എന്ന് പറഞ്ഞാൽ 24/7 കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. എന്ന് വെച്ചാൽ 24/7 ഫുൾ ടൈം സേവനം കസ്റ്റമർ സർവീസ് കൊടുക്കുന്നതിന് തയ്യാറായിട്ടുള്ള കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോളിസി ഹോൾഡേഴ്സ് ക്യാൻ റേസ് ദെയർ എൻക്വയറീസ് ആൻഡ് ഗെറ്റ് ഫീഡ്ബാക്ക്. പോളിസി ഹോൾഡേഴ്സിന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാം. അതിന് സമയമൊന്നും നോക്കണ്ട, 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അപ്പൊ എപ്പോൾ വേണമെങ്കിലും ഇൻഷുറൻസ് സംബന്ധിക്കുന്ന എന്ത് എൻക്വയറീസ് അവർക്ക് നടത്താം, പെട്ടെന്ന് തന്നെ അവർക്ക് അതിനുള്ള ഫീഡ്ബാക്കുകൾ ലഭിക്കും. ഓക്കെ, പിന്നെന്താണ്? അഡീഷണൽ സർവീസസ്. ഇത് കൂടാതെ മറ്റു കുറച്ചധികം അഡീഷണൽ സേവനങ്ങളും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദി TPA ആൾസോ പ്രൊവൈഡ് additional services such as ambulances, medical supplies, etc. to policy holders. ഇവയ്ക്ക് പുറമെ പൊതുവെ പോളിസി ഹോൾഡേഴ്സിന് ആംബുലൻസ് സേവനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ സപ്ലൈസുകൾക്ക് അങ്ങനെയുള്ള അഡീഷണൽ സേവനങ്ങളും എല്ലാ TPAസും അല്ല, പക്ഷെ ചില TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ പോളിസി ഹോൾഡേഴ്സിനായിട്ട് ആംബുലൻസ് സേവനങ്ങളും മെഡിക്കൽ സപ്ലൈസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. TPAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? അവരൊരു ലൈസൻസ്ഡ് ഏജൻസി ഫ്രം IRDA. IRDA എന്നൊരു ലൈസൻസ്ഡ് ഏജൻസിയാണ്. എന്തൊക്കെ ഫെസിലിറ്റികളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ദേ പ്രൊവൈഡ് ദ ക്യാഷ്ലെസ് ഫെസിലിറ്റി. അതുപോലെ തന്നെ ദേ എന്താണ് സെലക്ട് ദ ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഷുറൻസ് കമ്പനി, അല്ലെ?
അതായത് ക്യാഷ്ലെസ് ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനിക്കായിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യുന്നതും അത് തന്നെയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇവരുടെ റോള് മനസ്സിലായല്ലോ. ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് കേട്ടോ. ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. പിന്നെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനും ഇൻഷുറൻസ് കമ്പനിക്കും പോളിസി ഹോൾഡർക്കും ഇടയില് അവർക്കിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റീവ് എന്താ പ്രൊഫഷണൽസ് ആരൊക്കെയെന്ന് മനസ്സിലായല്ലോ. മെഡിക്കൽ ഡോക്ടർമാരുണ്ട്, ലീഗൽ എക്സ്പേർട്സ് ഉണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജേഴ്സ് ഉണ്ട്, അതുകൂടാണ്ട് ഇൻഷുറൻസ് കൺസൾട്ടൻസ്. അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ടീമാണ് TPA എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? അനാവശ്യമായിട്ടുള്ള അതായത് തെറ്റായിട്ടുള്ള ക്ലെയിമുകളൊന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, അതിലൂടെ അനാവശ്യ ട്രീറ്റ്മെന്റുകൾ പരിമിതപ്പെടുത്തുക, ഏറ്റവും നല്ല ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അതും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ അവർക്കത് ലഭ്യമാക്കി കൊടുക്കുക. ഇനി ഇവരുടെ ഫീസ് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇൻഷുറൻസ് കമ്പനിയാണ് അവർക്ക് ഫീസ് കൊടുക്കുന്നത്. ആ കമ്പനിക്ക് ലഭിക്കുന്ന പ്രീമിയത്തിൽ 5.5% ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റുകൾ, ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് പോളിസി ഹോൾഡർ, ഓക്കെ, റെക്കോർഡ് മെയിന്റനൻസ്, ക്ലെയിം സെറ്റിൽമെന്റ്, ഫുൾ ടൈം സപ്പോർട്ട്, അഡീഷണൽ സർവീസസ്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് പാർട്ടി, ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 1-2 തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എക്സാമ്പിൾസ് മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് എല്ലാത്തിലും TPA എന്ന് കാണാൻ പറ്റും നമുക്ക് കേട്ടോ. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഡ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MB ഇന്ത്യ ഹെൽത്ത് കെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പാരാമൗണ്ട് ഹെൽത്ത് സർവീസസ് ആൻഡ് ഇൻഷുറൻസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻഎഡിറ്റഡ് TPA സർവീസ് ലിമിറ്റഡ്, ഹെറിറ്റേജ് ഹെൽത്ത് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോക്കസ് ഹെൽത്ത് കെയർ സർവീസസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡിക്കെയർ TPA പ്രൈവറ്റ്. എല്ലാം പ്രൈവറ്റ് ആണ് കേട്ടോ. പ്രൈവറ്റ് ലിമിറ്റഡ് TPA എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ കുറച്ച് പ്രൈവറ്റ് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് എക്സാമ്പിൾ പഠിച്ചില്ലേ? അതുപോലെ 1-2 തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് 1-2 എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വായിച്ചു വിട്ടാൽ മതി. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസിംഗ് എ ക്ലെയിം കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഇനി എങ്ങനെയാണ് നമ്മളൊരു ക്ലെയിം എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് കേട്ടോ. ക്ലെയിം എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്കറിയണം എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനായിട്ടുള്ള അതിനൊരു കുറച്ച് സ്റ്റെപ്സുകൾ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കാം. On occurring an unfortunate event, the incident must be informed to your insurance provider. This process is known as raising a claim. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റേസിംഗ് എ ക്ലെയിം അല്ലെ. ഒരു ക്ലെയിം നമ്മൾ എന്ത് ചെയ്യാണ്? റേസ് ചെയ്യാണ്. ഒരു ക്ലെയിം നമ്മൾ അവിടെ ഉന്നയിക്കുകയാണ്. അതായത് ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് അല്ലെ, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, മേ ബി ചിലപ്പോൾ ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളാവാം. അങ്ങനെയുള്ള എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ഇവന്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഉടനടി എന്ത് ചെയ്യണം? ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ഇൻഷുറൻസ് പ്രൊവൈഡർ, അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. നമ്മളൊരു ക്ലെയിം അവിടെ റേസ് ചെയ്യാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്താണ്? റേസിംഗ് എ ക്ലെയിം. ഓക്കെ, ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന പറയുമ്പോൾ ഒരു ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖമായിരിക്കാം. എന്ത് തന്നെ സംഭവിച്ചാൽ ആ ഇൻസിഡന്റ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അല്ലെ, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. ദാറ്റ് ഈസ് കോൾഡ് റേസിംഗ് എ ക്ലെയിം. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഫയലിംഗ് എ ക്ലെയിം. രണ്ടാമത്തെ എന്താണ്? നമ്മള് ഫയൽ ചെയ്യാണ്. ക്ലെയിം നമ്മൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യാണ്, അല്ലെ, ഫയലിംഗ് എ ക്ലെയിം. Filing a claim involves filling of claim forms on the insurer's website or branch office. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ആ ക്ലെയിം ഫയൽ ചെയ്യാണ്. എങ്ങനെ ഫയൽ ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അത് കൃത്യമായിട്ട് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ആ കമ്പനി ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ക്ലെയിം നമ്മൾ ഫയൽ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് റേസിംഗ് എ ക്ലെയിം, രണ്ടാമത്തെ സ്റ്റെപ്പ് ഫയലിംഗ് എ ക്ലെയിം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്?
documents that support the authenticity of the claim must also be submitted. അല്ലെ? അപ്പൊ നമ്മളുടെ ഡോക്യുമെന്റ്സ് നമ്മളിപ്പോ ക്ലെയിം ഫയൽ ചെയ്തു അല്ലെ? അപ്പൊ ക്ലെയിമിന്റെ ഓതന്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആധികാരികത എന്നുള്ള അർത്ഥമാണ് അല്ലെ? അതായത് നമ്മളൊരു ചുമ്മാ ഒരു ക്ലെയിം അല്ല ചെയ്തേക്കുന്നത്. വെറുതെ ഒരു ക്ലെയിം ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് കൊടുക്കണം അല്ലെ? എവിഡൻസ് കൊടുക്കണം. അപ്പൊ ആ ഒരു ക്ലെയിമിന്റെ ഓതന്റിസിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഡോക്യുമെന്റ്സുകളും നമ്മൾ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. എനിക്കൊരു അസുഖം വന്നു, എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഫയൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് കൊടുക്കണം അല്ലെ? അതാണ് അവിടെ പറയുന്നത്. അതിന്റെ ഓതന്റിസിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാം? സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത സ്റ്റേജ് എന്താണ്? Then the insurance provider reviews the claim, evaluating its validity. ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം കൃത്യമായിട്ട് എന്ത് ചെയ്യും? അവലോകനം ചെയ്യുന്നു. ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാലിഡിറ്റി, അതിന്റെ വാലിഡിറ്റി ആയിട്ട് കൃത്യമായിട്ട് വിലയിരുത്തുന്നു അല്ലെ? കമ്പനി അതൊക്കെ നോക്കുകയാണ്, ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, എന്താണ് ജെനുവിനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ വാലിഡിറ്റി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇഫ് ഇറ്റ് ഫുൾഫിൽസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്റ്റേറ്റഡ് ഇൻ യുവർ പോളിസി, ദ ഇൻഷുറർ അപ്രൂവ്സ് ദ ക്ലെയിം. അപ്പൊ ഈ പറയുന്ന ഇതെല്ലാം അവർ വിലയിരുത്തിയതിനു ശേഷം ഈ പറയുന്ന പോളിസി പ്രകാരമുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷുറർ അതായത് കമ്പനി എന്ത് ചെയ്യും? ആ ക്ലെയിം അപ്രൂവ് ചെയ്യും അല്ല? ആ ക്ലെയിം എന്ത് ചെയ്യും? അവര് അനുവദിക്കും. ക്ലെയിം അപ്രൂവ് ചെയ്ത പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അവർക്ക് വേണ്ട തുക കൊടുക്കുക അല്ലെ? അവര് ആ ഇൻഷുറൻസ് പ്രകാരമുള്ള പൈസ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. വൺസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി വിൽ പേ ദ ബെനിഫിറ്റ്സ് സ്റ്റേറ്റഡ് ഇൻ യുവർ പോളിസി ഡോക്യുമെന്റ്. നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റ് പ്രകാരമുള്ള എല്ലാ ബെനിഫിറ്റ്സുകളും കമ്പനി എന്ത് ചെയ്യുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഏതൊക്കെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്? ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിംസ് യുവർ ബെനിഫിഷ്യറി റിസീവ്സ് ദ പേ ഔട്ട്. അതായത് ഇപ്പൊ വലിയ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണ് വെച്ചാൽ, ലൈഫിന് തന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളാണ്, അയാൾ മരണപ്പെടുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ ബെനിഫിഷ്യറി റിസീവ്സ് ദ പേ ഔട്ട്. ബെനിഫിഷ്യറി എന്ന് വെച്ചാൽ അവരുടെ അടുത്ത എന്താ പറയാ, അവരുടെ എന്താ പറയാ അവകാശി. ബെനിഫിഷ്യറി ആരാണ്? മരിച്ച വ്യക്തി ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് അയാൾ മരണപ്പെട്ട അവരുടെ ഭാര്യയ്ക്ക് കിട്ടും അല്ലെ? അല്ല അങ്ങനെ അവരുടെ മക്കൾക്ക് കിട്ടും. ആരാണോ അവരുടെ അവകാശി എന്ന് വെച്ചാൽ അവർക്ക് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത് ബെനിഫിഷ്യറിക്ക്. ഓക്കെ, ശരി. അപ്പൊ അതാണ് കേട്ടോ, പേ ഔട്ട് കിട്ടും. ഓക്കെ, ഇനി എന്താണ് പേ ഔട്ട്? അതിന്റെ നോമിനി, അതിന്റെ വാക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, നോമിനിക്കാണ് കിട്ടുക കേട്ടോ. ഓക്കെ, എന്താണ് പേ ഔട്ട് എന്ന് പറഞ്ഞാല്? പേ ഔട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എ പേ ഔട്ട് മീൻസ് എ സം ഓഫ് മണി ഗിവൻ ടു എ പോളിസി ഹോൾഡർ when a claim is accepted. അറിയാലോ, ക്ലെയിം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ സം ഓഫ് മണി, ഓക്കെ, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ, പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് മണി ദാറ്റ് ഇസ് ഗിവൻ ടു ദ പോളിസി ഹോൾഡർ when the claim is accepted. ഓക്കെ, ആ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ ആ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, തുകയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? The insurer might be ready to provide an upfront lump sum amount, or it might stagger the payout as a regular payments depending on the terms of your policy. അപ്പോ ഈ പേ ഔട്ട് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം എന്നാണ് അതിന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്കൊരു അപ്ഫ്രണ്ട് ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാം. ലംസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ തവണയുണ്ട് നമ്മൾ ആ എമൗണ്ട് സെറ്റിൽ ചെയ്യുക. ലംസം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ലംസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒറ്റ തവണയായിട്ട് ഫുൾ എമൗണ്ട് എത്രയാണോ അത് പറഞ്ഞ പ്രകാരമുള്ള എമൗണ്ട് ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കുക. വെച്ചാൽ ഒറ്റ തവണ ആയിട്ട് ആ എമൗണ്ട് ഫുൾ ആയിട്ട് അവർക്ക് സെറ്റിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിലോ it might stagger the payout as a regular payments. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെഗുലർ പേയ്മെന്റ്സ്, അപ്പൊ ഒരു മാസം ഇത്ര വീതം, അടുത്ത മാസം ഇത്ര, അങ്ങനെ ഒരു ഇൻസ്റ്റാൾമെന്റ് ഒക്കെ രീതിയിൽ കൊടുക്കില്ല. അങ്ങനെ നമുക്ക് റെഗുലർ പേയ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാം? അവർക്ക് പൈസ കൊടുക്കാവുന്നതാണ്. അതെന്തിനെ ആശ്രയിച്ചിരിക്കും? ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ടേംസ് ഓഫ് യുവർ പോളിസി. അത് നിങ്ങളുടെ പോളിസിയിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ പോളിസിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ലംസം എമൗണ്ട് ആയിട്ട് കിട്ടുമെന്നാണ് ആ പോളിസിയിൽ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കും. ഇനി ചിലപ്പോൾ ആ പോളിസിയിലെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ചിലപ്പോൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പേയ്മെന്റ് അത് പേ ഔട്ട് ആയിട്ട് റെഗുലർ പേയ്മെന്റ്സ് ആയിട്ടായിരിക്കും ഇത് പ്രകാരം പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ അവർക്ക് എമൗണ്ട് പേ ചെയ്യും. അത് പോളിസിയിൽ എന്താണോ ടേംസ് ആൻഡ് കണ്ടീഷൻ അത് പ്രകാരമാണ് അത് കൊടുക്കുക. അപ്പൊ ഒന്നിനും രണ്ട് രീതിയിൽ കൊടുക്കാം. ലംസം എമൗണ്ട് ഒറ്റ തവണയായിട്ട് ആ തുക നമുക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ തുക തന്നെ നമുക്ക് റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇത്രയാണ് സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് റേസിംഗ് ക്ലെയിം.
രണ്ടാമത്തത് ഫൈലിംഗ് എ ക്ലെയിം. മൂന്നാമത്തത് ആ ക്ലെയിമിന് ഒതന്റിസിറ്റിക്കുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു, അത് കമ്പനി വിലയിരുത്തുന്നു, അത് ഓക്കെ ആണെങ്കിൽ അത് അപ്രൂവ് ചെയ്യുന്നു, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പേ ഔട്ട് കൊടുക്കുന്നു. പേ ഔട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ കൊടുക്കാം? ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റെഗുലർ പേയ്മെന്റ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് സെറ്റ് ചെയ്യാം. ദാറ്റ് ഡിപെൻഡ്സ് ഓൺ യുവർ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് യുവർ പോളിസി. പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അത് ചെയ്യുക. ഇനി പറയുന്ന കാര്യം ഇതാണ്, the time insurers take to confirm and pay the insured sum differ on a case to case basis. Okay, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡർക്ക് ഈ പറയുന്ന അവരുടെ ക്ലെയിം കൺഫേം ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും എടുക്കുന്ന സമയമുണ്ടല്ലോ, അത് ഓരോ കേസിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ക്ലെയിം സെറ്റിൽമെന്റ് ടേക്സ് ഓൺലി എ ഫ്യൂ ഡേയ്സ് ഇഫ് ഡോക്യുമെന്റ്സ് ആർ ഇൻ ഓർഡർ. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്, ഓർഡർ ആണെങ്കിൽ നമുക്ക് ആ ക്ലെയിം സെറ്റിൽമെന്റിന് അധികം സമയം എടുക്കില്ല, ഈസി ആയിട്ട് നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് നടക്കും. അപ്പോ to make sure that claims are dispersed without delay in case of necessity, you must look into the insurer's trustworthiness and customer service record before buying insurance. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യ സമയത്ത് അധികം വൈകാതെ ഡിലേ വരാതെ നമുക്ക് ക്ലെയിം സെറ്റിൽ ചെയ്ത് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഒരു പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു പോളിസി എടുക്കുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ ട്രസ്റ്റ്വർത്തിനെസ്, അവരുടെ വിശ്വാസ്യത നമ്മൾ പരിശോധിക്കണം. അതുപോലെ അവിടുത്തെ കസ്റ്റമർ സർവീസ് റെക്കോർഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ പോളിസി എടുക്കുന്നതിന് മുമ്പായിട്ട് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഓടിപ്പോയി പർച്ചേസ് ചെയ്യില്ല, നമ്മൾ അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അല്ലെ? നോക്കിയില്ല കമ്പനികൾക്ക് അതിന്റെ ഫീഡ്ബാക്ക്, വില മാത്രമല്ല നമ്മൾ നോക്കാം, അതിന്റെ ഫീഡ്ബാക്ക്, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ നമ്മളത് എന്താ ഓൺലൈൻ ആയാലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യലോ. ഇതുപോലെ അത് പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെയാണ് ആവശ്യം. അപ്പൊ എന്തെങ്കിലും ആവശ്യ സമയത്ത് നമുക്ക് അധികം ഡിലേ വരാത്ത രീതിയിൽ ക്ലെയിം സെറ്റിൽമെന്റ് നടക്കണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ ട്രസ്റ്റ് വർത്തിനാണ്, അവര് ജെന്വിനാണോ, അവരുടെ സർവീസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം അവിടുത്തെ കസ്റ്റമർ സർവീസ് റെക്കോർഡൊക്കെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഡിലേ വരാതെ ക്ലെയിം സെറ്റിൽമെന്റ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അത് റിവ്യൂ ആവുന്നു കേട്ടോ. അടുത്തത്, nevertheless, if it is necessary that you must reveal all details about your health and lifestyle habits to your insurer when you buy insurance. അതൊന്നും അല്ല പറയാം, നമ്മൾ പൊതുവെ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ഇൻഷുറർ ആയിട്ട്, കമ്പനി ആയിട്ട് നമ്മുടെ ഹെൽത്തിനെ പറ്റിയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റിനെ പറ്റിയും തുറന്ന് തന്നെ നമ്മൾ സംസാരിക്കണം, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് സംസാരിക്കണം. ഇപ്പൊ നമുക്ക് പല ഹാബിറ്റ്, ചിലർക്ക് സ്മോക്കിംഗ് ഒക്കെ ഹാബിറ്റ് ഉള്ളവരാവാം, കുടിക്കുന്ന ആൾക്കാരുണ്ടാവാം, അതൊക്കെ എന്തൊക്കെയാണ് അവരുടെ ലൈഫ് ഹാബിറ്റ്സ്. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പനിയോട് നമ്മൾ റിവീൽ ചെയ്തിരിക്കണം കേട്ടോ. അതായത് ട്രാൻസ്പാരന്റ് ആയിട്ട് അവരോട് നമ്മൾ പറഞ്ഞിരിക്കും, നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റിയൊക്കെ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോ ഇതിൽ പറയാൻ കാരണമുണ്ട്, the insurer can reject the claims on your policy if you conceal or mistake any fact. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളെ വസ്തുതകൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഫേക്ക് ആയിട്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവരോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കമ്പനിക്ക് ആ ക്ലെയിമുകൾ റിജക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ റിജക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ കമ്പനിയുടെ അടുത്ത് പറഞ്ഞിരിക്കണം, എനിക്ക് ഇന്ന ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, എനിക്ക് ഇന്ന തരത്തിലുള്ള ഹാബിറ്റ്സുകളുണ്ട് എന്നുള്ള കാര്യം ട്രാൻസ്പാരന്റ് ആയിട്ട് അവരോട് പറഞ്ഞിരിക്കണം. കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുത നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവരുടെ അടുത്ത് പെരുമാറുന്നതെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഫേക്ക് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിക്ക് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് തുറന്ന് തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നത്. ക്ലിയർ ആയ ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? അപ്പൊ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. എസ് എ പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങള്? ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, അവരുടെ ഒരു ക്ലെയിം പ്രോസസ് ആണ് പിക്ചോറിയൽ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. എളുപ്പമുള്ള പിക്ചർ ആണ്. ബജാജ് അലയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. നേരത്തെ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബജാജ് അലയൻസ് കേട്ടോ. ആ ഒരു കമ്പനിയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. നോക്കുക, അതാണ് നമ്മുടെ കസ്റ്റമർ. എന്താണ് കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. അത് എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? പോളിസി ഹോൾഡർ, പേഷ്യന്റ് ആണ് അല്ലെ. അദ്ദേഹം എന്താണ് ഹോസ്പിറ്റൽ നെറ്റ്വർക്കിനെ അപ്രോച്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. അദ്ദേഹം പോളിസി എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് അസുഖം വരുന്നു, അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്? അപ്രോച്ചസ് ദ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുമായിട്ട് അവര് അപ്രോച്ച് ചെയ്യാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹോസ്പിറ്റൽ വെരിഫൈസ്. ഇനി ചെയ്യുന്നത് ഹോസ്പിറ്റൽ ആണ് അല്ലെ. ഹോസ്പിറ്റൽ വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് ദ പ്രീ ഓത്ത് ബൈ ഫാക്സ്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷം പ്രീ ഓത്ത് എന്ന് വെച്ചാൽ പ്രീ ഓതറൈസേഷൻ ലെറ്റർ എന്നാണ് കേട്ടോ. പ്രീ ഓതറൈസേഷൻ അതിനെ ചുരുക്കിയിട്ടാണ് പ്രീ ഓത്ത് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രീ ഓതറൈസേഷൻ ലെറ്റർ ഫാക്സ് വഴി അയക്കുകയാണ്. ആർക്കായിരിക്കും അയക്കുന്നുണ്ടാവാം? കമ്പനിക്കായിരിക്കും അയക്കുന്നുണ്ടാവാം അല്ലെ. ഈ ബജാജ് അലയൻസിന് പോളിസി എടുത്തിട്ടുള്ള പേഷ്യന്റ് ആണ് വരുന്നത്. അപ്പൊ അദ്ദേഹം ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് പ്രീ ഓത്ത് ലെറ്റർ ഫാക്സ് വഴി ആർക്ക് അയക്കുകയാണ്? ബജാജ് അലയൻസ് കമ്പനിയിലോട്ട് അയക്കുകയാണ്. അപ്പൊ ബജാജ് അലയൻസ് എന്ത് ചെയ്യും? ബജാജ് അലയൻസ് വെരിഫൈസ് പ്രീ ഓത്ത് ഡീറ്റെയിൽസ് വിത്ത് പോളിസി ബെനിഫിറ്റ്സ് ആൻഡ് സെൻഡ് ദ റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റൽ. ബജാജ് അലയൻസ് കമ്പനി എന്ത് ചെയ്യും? ആ പ്രീ ഓതറൈസേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നു. ആ പോളിസി പ്രകാരമുള്ള ബെനിഫിറ്റുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിന് ഒരു റെസ്പോൺസ് അയക്കുകയാണ്. ഹോസ്പിറ്റലിന് റെസ്പോണ്ട് കൊടുക്കുകയാണ് അല്ലെ. റെസ്പോൺസ് അയക്കുകയാണ്. ഈ റെസ്പോൺസ് 3 തരത്തിലാവാം അല്ലെ. റെസ്പോൺസ് എന്ന് പറയുന്നത് 3 തരത്തിലാവാം. ഏതൊക്കെയാവാം? ഒന്ന് അപ്രൂവ്ഡ് റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ കറക്റ്റ് ആണ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? അപ്രൂവ്ഡ് റെസ്പോൺസ് കൊടുക്കും. ഇനി അതല്ല, ചിലപ്പോൾ ഡിലേയിലായിരിക്കും, ചിലപ്പോൾ അപ്രൂവ് ചെയ്യില്ല. അത് മറ്റെന്തെങ്കിലും റീസൺ കാരണം ഡോക്യുമെന്റ്സ് ഒന്നും ഓതന്റിസിറ്റി ഇല്ലാത്ത ഡോക്യുമെന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ കമ്പനി അനുവദിച്ചു കൊടുക്കും. അപ്പൊ ഡിലേയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ. അതും അല്ലെങ്കിൽ ക്വറി ആയിരിക്കും. അതായത് ഒരു സംശയമുണ്ട്, കൺഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഒരു ക്വറി എന്ന് വെച്ചാൽ എന്താണ്? അന്വേഷണമാണ്. ഒരു അന്വേഷണം ആയിരിക്കാൻ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടാവാം. ഓക്കെ, അപ്പൊ 3 റെസ്പോൺസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന് അപ്രൂവ്ഡ് റെസ്പോൺസ് ആവും, ഒന്നിലേക്ക് ഡിനൈലായിരിക്കാം, നിഷേധിക്കാം, കാരണം അപ്രൂവ് ചെയ്തിട്ടില്ല, ഇത് ഡിനൈ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആവും. അതോ അല്ലെങ്കിൽ ക്വറി ആയിരിക്കാം, ഒരു അന്വേഷണം ആയിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്രൂവ്ഡ് റെസ്പോൺസ് ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രോസസ് എന്തായിരിക്കും? അപ്രൂവ്ഡ് ആണെങ്കിൽ എന്താണ്? അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് അപ്രൂവൽ ലെറ്റർ ആർക്ക് അയച്ചു കൊടുക്കും? ഹോസ്പിറ്റലിന് അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പേഷ്യന്റിനെ പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് ഒന്നും വാങ്ങാതെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുകയും അവർക്കുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെയോ പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അപ്പൊ പേഷ്യന്റ് എന്ത് മാത്രം അടച്ചാൽ മതി? നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. മെഡിക്കൽ എക്സ്പെൻസ് കംപ്ലീറ്റ് കമ്പനി നോക്കും. അല്ലാത്ത നോൺ മെഡിക്കൽ എക്സ്പെൻസുകളും മാത്രം ആര് പേ ചെയ്താൽ മതി? പേഷ്യന്റ് പേ ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം എന്ത് നോക്കിക്കോളും? കമ്പനി നോക്കിക്കോളും. ഇതാണ് അപ്രൂവ്ഡിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഡിലേയിലാണെങ്കിൽ, ഇനി അത് അപ്രൂവ് ചെയ്തിട്ടില്ല, അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ബാക്കി പ്രോസസ്സ്? ഡിനൈ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ഒരു ഡിനൈ ലെറ്റർ ആർക്ക് അയച്ചു കൊടുക്കും? ഹോസ്പിറ്റലിന് അയച്ചു കൊടുക്കും. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേഷ്യന്റ് അല്ലെ. ക്യാഷ് പേഷ്യന്റ് ആൻഡ് പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ. അപ്പൊ ഹോസ്പിറ്റൽ എന്തായാലും അവർ പറഞ്ഞിരിക്കില്ല, രോഗിനെ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്തിട്ട് ക്യാഷ് തരണം, അതായത് പേഷ്യന്റ് കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ പിന്നീട് പേഷ്യന്റിന് ചെയ്യാവുന്ന കാര്യം എന്താണ്? ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ് അല്ലെ. റീഇംബേഴ്സ്മെന്റിന് ക്ലെയിം ചെയ്യാം. റീഇംബേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ആ സമയത്ത് പേഷ്യന്റ് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം. അതിനുശേഷം ആ ബില്ലുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ബില്ലുകളും മറ്റുള്ളതും വെച്ചിട്ട് വീണ്ടും കമ്പനിക്ക് അയച്ചു കൊടുക്കാം. റീഇംബേഴ്സ്മെന്റ്, ആ ചെലവായ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യാം? ബില്ലുകളും കാര്യങ്ങളൊക്കെ കമ്പനിക്ക് സപ്പോർട്ട് അയച്ചു കൊടുക്കുക. അതാണ് റീഇംബേഴ്സ്മെന്റ് കേട്ടോ. അപ്പൊ ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. അപ്പൊ അതാണ് ഡിലേയിൽ സംഭവിക്കുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞിട്ട് രണ്ടും അല്ലാത്തൊരു റെസ്പോൺസ് വരാം. ചിലപ്പോൾ ഒരു ക്വറി ആയിരിക്കാം, അതായത് ഒരു അന്വേഷണമായിരിക്കാം. അന്വേഷണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കമ്പനിക്ക് കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ക്വറി റെസ്പോൺസ് ആണ് കൊടുക്കുക. അവിടെ എന്താ ചെയ്യാം? ക്വറി ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ക്വറി ലെറ്റർ ആയിരിക്കും അയക്കാം, ഹോസ്പിറ്റലിന് അയച്ചു കൊടുക്കാം. ഹോസ്പിറ്റൽ ഇപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ആക്സസ് the reply for queries asked by doctors. ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം കമ്പനി ആവശ്യപ്പെട്ട അന്വേഷണങ്ങളും കൃത്യമായിട്ടുള്ള റിപ്ലൈ ഹോസ്പിറ്റൽ എന്ത് ചെയ്ത് കൊടുക്കും? ഫാക്സ് ചെയ്ത് ആർക്കും കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. വീണ്ടും ഈ പ്രോസസ്സ് നടക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? എളുപ്പമല്ലേ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഡിനെയിൽ ലാസ്റ്റ് പോയിന്റ് മനസ്സിലായില്ല. ഡിനെയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിനെയിൽ ലെറ്റർ കമ്പനി ആർക്കയക്കും? ഹോസ്പിറ്റലിന് അയച്ചു കൊടുക്കും. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. പക്ഷെ എന്ത് വേണം? പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയില് ഹോസ്പിറ്റല് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കും. അപ്പോ പേഷ്യന്റിന് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. അയാൾ അവിടെ ചെലവാക്കിയിട്ടുള്ള പൈസ അയാൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടണം, അല്ലെ? റീഇംബേഴ്സ് ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ചില കേസുകൾ അങ്ങനെയാണ്, നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ചെലവായ എല്ലാ കാര്യങ്ങളും ബില്ലുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് റീഇംബേഴ്സ്മെന്റ്, ഈ പൈസ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കമ്പനിക്ക് ഈ എന്താ പറയുക ബില്ലുകളും മറ്റൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ കമ്പനിക്ക് ബോധ്യമാണല്ലോ, അതിനനുസരിച്ച് അങ്ങനെ റീഇംബേഴ്സ്മെന്റ് കിട്ടാന്നാണ് അതിന് പറയാം. റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ആർക്ക് ക്ലെയിം ചെയ്യാം? പേഷ്യന്റിന് ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? ശോഭനയ്ക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ആ സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബില്ലുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുക്കുക. ഇന്ന ഇത്ര ചെലവുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്താൽ റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ഓക്കെ, സൗമ്യ എന്നാണ് പേര് അല്ലെ? ആ ഓക്കെ 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 ഓക്കെ. ഞാൻ ഇവിടെ കാണുന്ന പേര് ശോഭന എന്നാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ല? ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഓരോ പോയിന്റുകളും എളുപ്പമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഇതാണ്. റെസ്പോൺസിബിൾ ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അറിയണ്ടേ നമുക്ക്? അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അത് ഓരോ പോയിന്റുകളും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോക്ക്, ഫസ്റ്റ് പോയിന്റ്, responsible for supervising the insurance operations and the designing, implementing and training hospital staff on insurance protocols. എന്താണ്? റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ്. ഒരു ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്കാണ് അല്ലെ? അദ്ദേഹം എന്ത് ചെയ്യണം? ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. വിവിധ ഇൻഷുറൻസ് പ്രോട്ടോകോൾസുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുക, നടപ്പിലാക്കുക, അതിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അല്ല, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഹാൻഡിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? അവരുടെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾക്ക് കംപ്ലീറ്റ് മേൽനോട്ടം വഹിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എക്സിക്യൂട്ടീവ് മാനേജർക്കാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, കസ്റ്റമേഴ്സിനും മറ്റെന്താ പറയാ കോർപ്പറേറ്റ് പേഷ്യൻസിനും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സേവനങ്ങളിലും എന്താണ് കൊടുക്കുന്നതിന്, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മേൽനോട്ടം വഹിക്കുക. സെയിം പോയിന്റ് തന്നെയാണ്. ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമേഴ്സ്, ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ്, പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ കോർപ്പറേറ്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ചില പേഷ്യൻസിന് അവരുടെ ജോലി ഭാഗമായിട്ട്, അതായത് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ആനുകൂല്യങ്ങൾ കിട്ടും അല്ലെ? ചില കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന എന്താ പറയാ ആളുകൾക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ അവരുടെ കമ്പനി വഹിച്ചോളും. അങ്ങനെയുള്ള കോർപ്പറേറ്റ്, അവരെയാണ് നമ്മൾ കോർപ്പറേറ്റ് പേഷ്യന്റ് പറയുന്നത്. പേഷ്യൻസ് ദേ ഒബ്റ്റെയിൻ ദ മെഡിക്കൽ സർവീസസ് ആസ് എ പാർട്ട് ഓഫ് ദെയർ എംപ്ലോയ്മെന്റ്. അവരുടെ ജോലി സംബന്ധമായിട്ട് അവരുടെ കമ്പനി തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള കോർപ്പറേറ്റ് പേഷ്യൻസിനും ഹോസ്പിറ്റലിലെ മറ്റ് കസ്റ്റമേഴ്സിനും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സേവനങ്ങളും കൊടുക്കുന്നതിൽ
മേൽനോട്ടം വഹിക്കുക. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്. നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യന്റിന്റെ എല്ലാ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ് ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, അല്ലെ? കാര്യം ഇവരുടെയൊക്കെ ഇൻഷുറൻസ് പല ആൾക്കാർ പല ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികളായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടും അവർ എന്താണ് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യുക, അവരായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക കേട്ടോ. പിന്നെന്താണ് ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതിലൂടെ പേഷ്യൻസിന്റെ സംതൃപ്തിനെ മെച്ചപ്പെടുത്താം. പെട്ടെന്ന് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസ് കുറെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതിലൂടെ അവരുടെ ക്ലെയിമുകളൊക്കെ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ട എല്ലാ സപ്പോർട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അപ്പൊ അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു മാക്സിമൈസ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? പേഷ്യന്റിന്റെ സംതൃപ്തി അതിലൂടെ മാക്സിമൈസ് ചെയ്യാൻ, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ് ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതിലൂടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും, അല്ലെ? നമുക്ക് പെട്ടെന്ന് നല്ല ഹെൽത്ത് സേവനങ്ങളും പെട്ടെന്ന് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കിട്ടുന്ന ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് അവിടെ പോകാനായിട്ട് ഇഷ്ടം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഇമേജ് നമുക്ക് അപ്പൊ അതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ. പിന്നെ എന്താണ് ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുവർ ആക്യുറസി അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്. അതായത് ആ ഒരു എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പുവരുത്താനായിട്ട് എല്ലാ ഇൻഷുറൻസ് ക്ലെയിമുകളും അവലോകനം ചെയ്യുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഓരോ ഇൻഷുറൻസ് പോളിസി ഓരോ തരത്തിലാണ്, അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ആ എഗ്രിമെന്റിന് അനുസൃതമായിട്ട് കൃത്യത ഉറപ്പുവരുത്താനായിട്ട് എല്ലാ ഇൻഷുറൻസ് ക്ലെയിമുകളും അവലോകനം ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് തെറ്റായ ക്ലെയിമുകളൊന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പുവരുത്താനായിട്ട് എല്ലാ ഇൻഷുറൻസ് ക്ലെയിമുകളും എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം. ഓക്കെ. പിന്നെയോ ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്. ദാറ്റ് മീൻസ് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസുകളൊക്കെ വരുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അല്ലെ? മാനേജ്മെന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറാണ്. രോഗികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഇൻഷുറൻസുകൾ അവർക്ക് ക്ലെയിം ചെയ്ത് കൊടുക്കുക, പ്രോസസ് ചെയ്ത് കൊടുക്കുക, തടസ്സങ്ങൾ വരാതെയൊക്കെ ഏറ്റവും സ്മൂത്ത് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ടു റിപ്പോർട്ട് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്. ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. അദ്ദേഹം എന്താണ് ഇൻഷുറൻസ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മന്ത്ലി റിപ്പോർട്ട്, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള മന്ത്ലി റിപ്പോർട്ടുകൾ അദ്ദേഹം അവിടെ സബ്മിറ്റ് ചെയ്യണം, മാനേജ്മെന്റിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ഇന്റേണലി എന്ന് വെച്ചാൽ വിത്തിൻ ദ ഹോസ്പിറ്റൽ, എക്സ്റ്റേണലി മീൻസ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിന്റെ അകത്തും ഹോസ്പിറ്റലിന് പുറത്തും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രോഗ്രാംസുകൾ അത് അറ്റൻഡ് ചെയ്യുക, അതുപോലെ ഓർഗനൈസ് ചെയ്യുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ആളുകളിലേക്ക് ആ ഒരു അവയർനെസ് എത്തിക്കാനും ആ ഇൻഷുറൻസിനെ സംബന്ധിച്ചുള്ള പ്രൊമോട്ട്മെന്റ്, ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിത്തിൻ ദ ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിനകത്തും ഹോസ്പിറ്റലിന് പുറത്തും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്താ പറയുക പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക. ഓക്കെ. പിന്നെ പറയുന്നത് ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി. ആഴ്ചതോറും എന്ത് ചെയ്യാണ്? ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. കാരണം ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും മറ്റും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിന് എക്സിക്യൂട്ടീവ് മാനേജറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫുകളൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച നടത്തുന്നതിന് വേണ്ടി ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. പിന്നെ എന്താണ് ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. അതുപോലെ തന്നെ ഓരോ ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ടുകള്, പിന്നെ ഇൻഷുറൻസ് റിജക്ഷൻസ്. നമ്മൾ ഡിനൈൽ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ക്ലെയിം ഒക്കെ ചിലപ്പോൾ ഡിനൈ ചെയ്യാം, റിജക്റ്റഡ് ആവാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം, അത് നിരീക്ഷിക്കണം, അല്ലെ? കൃത്യമായിട്ട് നിരീക്ഷിച്ച് അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള മെഷേഴ്സുകൾ മറ്റും എടുക്കുക. പിന്നെ പറയുന്നത് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം. ഇൻഷുറൻസ് സ്കീമുകളെല്ലാം തന്നെ
അവരുടെ സിസ്റ്റത്തിൽ അപ് ടു ഡേറ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലെ. പല പല ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടായിരിക്കും, പല ഓരോ പേഷ്യൻസും പല രീതിയിലുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾ സ്കീമുകളൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അവരുടെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സോ അവരുടെ സിസ്റ്റത്തിനകത്ത് എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ഓക്കെ. Then വരുന്നത് to provide required training to the staff under supervision. അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്താണ് ട്രെയിനിങ്ങുകൾ അല്ലെ, പരിശീലനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, assume new responsibilities and content. ആവശ്യമുള്ളപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന അധിക ചുമതലകള്, അധിക ഉത്തരവാദിത്തങ്ങള് നിർവഹിക്കുന്നതിനുള്ളതും നിർവഹിക്കാനും ആര് ലയബിൾ ആണ്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് നിർവഹിക്കണം. ഓക്കെ, ഇത്രയാണ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാം തന്നെ മേൽനോട്ടം വഹിക്കാം. ഇൻഷുറൻസ് പ്രോട്ടോകോളുകൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ, നടപ്പിലാക്കുക, അതിന് വേണ്ട പരിശീലനങ്ങൾ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സിനും കോർപ്പറേറ്റ് പേഷ്യൻസിനും ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ സേവനങ്ങളും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മേൽനോട്ടം വഹിക്കാം. പേഷ്യൻസിന് ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. അതിലൂടെ പേഷ്യന്റിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്തുക, ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. അതുപോലെ ഓരോ ഇൻഷുറൻസ് ക്ലെയിമുകളും അവരുടെ എഗ്രിമെന്റിൽ പ്രകാരമുള്ള കൃത്യത പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ എന്തെങ്കിലും ഇൻഷുറൻസ് സംബന്ധമായിട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ്മെന്റിനെ അറിയിക്കണം. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മന്ത്ലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പരിപാടികൾ വിത്തിൻ ദ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും അറ്റൻഡ് ചെയ്യാം. അങ്ങനെയുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്യാം, ദാറ്റ് മീൻസ് ഓർഗനൈസ് ചെയ്യാം. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിങ്ങുകൾ നടത്താം. പിന്നെ ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകൾ, റിജക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിന് വേണ്ട മെഷേഴ്സുകൾ എടുക്കുക. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ്, സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന അധിക ചുമതലകള് എന്താണ് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്ക് ഉണ്ട്. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞതൊക്കെ? ഓക്കെ ആണോ? മെഡിക്കൽ ഇൻഷുറൻസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഞാൻ പഠിപ്പിച്ചത് ഭാഗങ്ങൾ ഇതൊക്കെയായിരുന്നു. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്തായിരുന്നു, ESI എന്താണ്, CGHS എന്താണ്, RSVY എന്താണ്, ഓക്കെ, പിന്നെ TPA എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതിന്റെ പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കാം. എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ക്ലെയിം നമ്മൾ പ്രോസസ് ചെയ്യുന്നതിന്റെ വിവിധ സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടു. പിന്നെ ഒരു ബജാജ് അലയൻസിന്റെ ക്ലെയിം പ്രോസസ് നമുക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ക്ലെയിം പ്രോസസ് ഒക്കെ നടക്കുന്നത്. പിന്നെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി ശരിയാണ്. ഇപ്പൊ നാളെ എനിക്കൊരു ചാപ്റ്റർ വരുന്നുണ്ട്. ബുധനാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത പോർഷൻസ് കേട്ടോ. ഞാൻ എടുത്ത പോർഷൻസിന്റെ മൊത്തത്തിൽ നമുക്കൊന്നൊരു ഓടിച്ചിട്ടൊന്ന് ഒരു റിവിഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതോട് കൂടിയിട്ട് ഞാൻ ഗുഡ് ബൈ പറയും. അപ്പൊ എനിവേ നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആദ്യം വന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരാൾക്ക് പകരമായിട്ടാണല്ലോ നമ്മൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിവേ ഭയങ്കര സപ്പോർട്ടായിരുന്നു നിങ്ങള്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം കേട്ടോ. കോൺവൊക്കേഷൻ ഒക്കെ വരുമ്പോ വരിക. പിന്നെ PG ജോയിൻ ചെയ്തവരുണ്ടാവും. അങ്ങനത്തെ PG ജോയിൻ ചെയ്ത ആരെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ PG3 ഞാനുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വെച്ച് നമുക്ക് കാണാം. ഓക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യും PGയുടെ ക്ലാസ്. അതിനകത്ത് ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് കാണാം. ഓക്കെ, ഇതൊന്ന് 12th ബാച്ച് ഉണ്ട്, 13th ബാച്ച് ഉണ്ട് തോന്നുന്നു. 13th ബാച്ച് ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കുറച്ച് പേരെ കാണാം. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും നന്നായി പഠിക്കുക കേട്ടോ. നല്ലപോലെ പഠിക്കുക. നല്ല കുട്ടികളാണ്. നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിക്കാട്ടെ. എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടട്ടെ. അതിന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ ശരിയാണ്. ഓക്കെ, ക്ലാസ് നമുക്ക് വൈകിട്ട് താങ്ക് യു.